ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ടീച്ചേഴ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കുന്നത് HCG ഇഞ്ചക്ഷൻ എടുത്തിട്ടുള്ള സ്ത്രീകളിൽ നിങ്ങൾ പ്രഗ്നൻ്റ് അല്ലെങ്കിൽ കൂടി തന്നെയും പീരിയഡ്സ് ഡിലേ വരുമോ എന്ന വിഷയത്തെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. HCG ഇഞ്ചക്ഷൻ സാധാരണയായിട്ട് എടുക്കുന്നത് നമ്മൾ ഓവുലേഷൻ നടക്കാത്ത സ്ത്രീകളിൽ ഓവുലേഷൻ നടക്കാനും ഓവുലേഷൻ ഇൻഡ്യൂസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് HCG ഇഞ്ചക്ഷൻ എടുക്കുന്നത്. ഇതെടുക്കുന്നതിന് മുൻപായിട്ട് ഫോളിക്കുലാർ സ്റ്റഡി നടത്തിയതിന് ശേഷം എഗ്ഗ് ഫോളിക്കിൾ വലുതാകുന്നുണ്ടോ, ഫോളിക്കിൾ ഗ്രോ ആകുന്നുണ്ടോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഫോളിക്കിൾ റപ്ചർ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ HCG ഇഞ്ചക്ഷൻ ഡോക്ടേഴ്സ് നമ്മളിൽ എടുക്കാറുള്ളത്. ഈ HCG ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് കൊണ്ടിട്ട് നമ്മുടെ ശരീരത്തിൽ ഒരു 36 മണിക്കൂറിനകം എന്തായാലും ഓവുലേഷൻ ഉണ്ടാകും. ചില സ്ത്രീകളിൽ ചിലപ്പോൾ 1-2 ദിവസമൊക്കെ ഡിലേ വന്നിട്ടാണെങ്കിൽ കൂടി തന്നെയും എഗ്ഗ് റപ്ചർ ആകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഡോക്ടേഴ്സ് സാധാരണ പറയുന്നത് ഈ സമയങ്ങളിൽ ഫിസിക്കൽ കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഗർഭിണിയാകാനായിട്ടുള്ള സാധ്യത വളരെയധികം കൂടുതലാണെന്നാണ് പറയുന്നത്. മറ്റുള്ളൊരു അഭിപ്രായം നമ്മളൊരു പേഴ്സണലി വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ HCG ഇഞ്ചക്ഷൻ നമുക്ക് ഇന്നാണ് എടുക്കുന്നതെങ്കിൽ അതിനൊരു 2 ദിവസം മുമ്പും HCG ഇഞ്ചക്ഷൻ എടുത്ത ദിവസവും അത് കഴിഞ്ഞിട്ടൊരു 2 ദിവസവും ഫിസിക്കൽ കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗർഭിണിയാകാനായിട്ടുള്ള സാധ്യത വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് ഫിസിക്കൽ കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു പീരിയഡ്സ് നമുക്ക് കൃത്യമായിട്ട് വരുമോ എന്ന് പലരും നമ്മളോട് ചോദിക്കാറുണ്ട്. സാധാരണയായിട്ട് ഈ HCG ഇഞ്ചക്ഷൻ്റെ എഫക്റ്റ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് ഒരു 10 ദിവസമായിരിക്കും. ഈ ഒരു 10 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ശരീരത്തിൽ ആ HCG ഹോർമോണിൻ്റെ എഫക്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സമയത്ത് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യരുതെന്ന് പലപ്പോഴും നമ്മളോട് ഡോക്ടേഴ്സ് പറയാറുള്ളത്. അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ നമ്മുടെ ഈ വീഡിയോ ഇതിനെപ്പറ്റി ചെയ്തിട്ടുണ്ട്. HCG ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഫോൾസ് പോസിറ്റീവ് റിസൾട്ട് കിട്ടാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ്. സാധാരണ ഈ ഒരു HCG ഇഞ്ചക്ഷൻ എടുത്തിട്ട് നമുക്ക് ആ ഒരു പീരിയഡ്സ് ഡിലേ ആകാനായിട്ടുള്ള സാധ്യത കുറവാണ്. കാരണം ഒരു 10 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ എഫക്റ്റ് കഴിയും. ഏകദേശം ഒരു 10 അല്ലെങ്കിൽ ഒരു 14 ദിവസം കഴിയുമ്പോഴേ നമുക്ക് പീരിയഡ്സ് കറക്റ്റായിട്ട് വരികയുള്ളൂ. അപ്പോൾ സാധാരണ കേസുകളിൽ HCG ഇഞ്ചക്ഷൻ നമുക്ക് പീരിയഡ്സ് ഡിലേ വരുത്താറില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ പ്രൊജസ്ട്രോണിൻ്റെ മെഡിസിൻ എടുക്കുന്ന സ്ത്രീകളാണ് നിങ്ങളെങ്കിൽ ഈ പ്രൊജസ്ട്രോൺ മെഡിസിൻ്റെ എഫക്റ്റ് കൊണ്ടിട്ട് നിങ്ങളിൽ പീരിയഡ്സ് ഡിലേ വരാനായിട്ട് സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊജസ്ട്രോൺ എപ്പോഴും ആ യൂട്രസിൻ്റെ ലൈനിങ് ഷെഡ് ആക്കാതെ വെക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. അതായത് ആ ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആകുന്നതിന് ഇത് സഹായിക്കുന്നുണ്ട് പ്രൊജസ്ട്രോണിൻ്റെ മെഡിസിൻ എടുക്കുന്നത്. സാധാരണ നമുക്കറിയാം ആ യൂട്രസിൻ്റെ ആ ഔട്ടർ ലൈനിങ് ഷെഡായി വരുമ്പോഴാണ് നമുക്ക് പീരിയഡ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പ്രൊജസ്ട്രോണിൻ്റെ മെഡിസിൻ നമ്മൾ എടുക്കുമ്പോഴേക്കും ഇതിൻ്റെ ലൈനിങ് ഷെഡ് ആവാതിരിക്കുകയും നമ്മുടെ പീരിയഡ്സ് ഒന്നും നീണ്ടു പോകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു HCG ഇഞ്ചക്ഷൻ കഴിഞ്ഞിട്ട് പ്രൊജസ്ട്രോണിൻ്റെ മെഡിസിൻ എടുക്കുന്ന സ്ത്രീകളിൽ നമുക്ക് ചിലപ്പോൾ പീരിയഡ്സ് നീണ്ടു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അല്ലാത്ത സ്ത്രീകളിൽ ഏകദേശം ഒരു കറക്റ്റായിട്ടുള്ള ഡേറ്റിലോ അല്ലെങ്കിൽ അതിൽ 2-3 ദിവസം ചിലപ്പോൾ നമുക്ക് ഡിലേ വരാൻ സാധ്യതയുണ്ട്. അതല്ലാതെ കൂടുതൽ ദിവസത്തേക്ക് ഇത് ഒരിക്കലും പീരിയഡ്സിനെ നീട്ടിക്കൊണ്ട് പോകാനായിട്ടുള്ള സാധ്യതയില്ല. HCG ഇഞ്ചക്ഷൻ മാത്രമാണ് നിങ്ങൾ എടുത്തിട്ടുള്ളതെങ്കിൽ. അപ്പോൾ അങ്ങനെ കൂടുതൽ ദിവസം നിങ്ങൾക്ക് ഡിലേ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോം പ്രഗ്നൻസി ടെസ്റ്റ് ഉപയോഗിച്ച് നോക്കുക കേട്ടോ. ഏകദേശം ആ ഒരു 10 ദിവസത്തിന് മുമ്പ് നമ്മൾ ഒരിക്കലും ഹോം പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് ഉപയോഗിക്കരുത്. കാരണം നിങ്ങൾക്ക് ഫോൾസ് പോസിറ്റീവ് കിട്ടും. ഫോൾസ് പോസിറ്റീവ് എന്നുണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് തെറ്റായിട്ടുള്ള ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടാനായിട്ട് സാധ്യതയുണ്ട് എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഒരുപാട് ദിവസമൊക്കെ പീരിയഡ്സ് ഡിലേ വന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക. അത് മോർണിംഗിലെ ആദ്യത്തെ യൂറിൻ എടുത്ത് ടെസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മളൊരു ഡെയിലി മിഡിലെ ടൈമിലാണ് ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു 4 മണിക്കൂറോളം നമ്മൾ വെള്ളം ഒന്നും കുടിച്ചിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുക. കാരണം നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് വെള്ളം ചെല്ലുമ്പോഴേക്കും HCGയുടെ കൗണ്ട് യൂറിനിൽ നിന്ന് കുറയാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് ചെയ്തിട്ട് നെഗറ്റീവ് റിസൾട്ട് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പീരിയഡ്സ് വീണ്ടും ഡിലേ ആയി പോകുന്നുണ്ട് എങ്കിൽ നിങ്ങൾ HCG വാല്യൂ എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ.
ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക. പേഴ്സണലായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെയിലായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അതിലേക്ക് മെയിൽ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ HCG ഇഞ്ചക്ഷനെ പറ്റിയിട്ടും HCGയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളെ പറ്റിയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. HCG ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതിനെ പറ്റിയിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ കാർട്ടിൽ കൊടുത്തേക്കാം, അതുപോലെ സ്ക്രീനിലും കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.